നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് UPI ആപ്പുകളിൽ ഓണായി കിടക്കുന്ന ഓട്ടോമാറ്റിക് പേയ്മെൻറ്റ്, അതായത് മാൻഡേറ്റ് നമുക്ക് എങ്ങനെ ക്യാൻസൽ ചെയ്യാം എന്നതാണ്. അതിനായിട്ട് നമ്മൾ ഭീം ആപ്പ് ഓപ്പൺ ചെയ്യുവാണ്. ഭീം ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതിനകത്ത് കാണാം, മാൻഡേറ്റ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഉള്ള മാൻഡേറ്റുകൾ അതിനകത്ത് കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം സെൻഡ് ടു UPI, ബാങ്ക്, അപ്രൂവ്. ഈ ഒരു സെക്ഷന് താഴത്തേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലെഫ്റ്റ് കോർണർ മാൻഡേറ്റ് എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. സർവീസസിൽ ലെഫ്റ്റ് എൻഡിൽ മാൻഡേറ്റ്, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഉള്ള ആക്റ്റീവ് മാൻഡേറ്റുകൾ ഇവിടെ കാണാൻ പറ്റും. കണ്ടല്ലോ, ഗൂഗിൾ ഇന്ത്യ ഡിജിറ്റൽ 129 രൂപ വീതം എല്ലാ മാസവും എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോ പേ പോയിക്കൊണ്ടിരിക്കും. ഇത് ഞാൻ യൂട്യൂബിൻ്റെ പ്രീമിയം സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ മാസവും അടച്ചുകൊണ്ടിരിക്കുന്ന തുകയാണ്. അപ്പോൾ എപ്പോഴൊക്കെയാണോ ആസ് ആൻഡ് വെൻ പ്രസൻറ്റഡ്, എപ്പോഴൊക്കെയാണോ ഗൂഗിളിൽ നിന്ന് റിക്വസ്റ്റ് വരുന്നത് അപ്പോഴൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് 129 രൂപ വീതം പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഓരോ മാസവും പുതുക്കുന്നതിനുള്ള ചാർജാണ് 129 രൂപ വീതം നമ്മൾ അടയ്ക്കുന്നത്. അപ്പോൾ ഇത് ആക്റ്റീവായിട്ട് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാൻഡേറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. എല്ലാ മാസവും 8-ാം തീയതി ഇത് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുക്കും. അതിന് ശേഷം എന്നാണോ അത് തീരുന്നത്, പുതുക്കേണ്ട സമയത്ത് ഓട്ടോമാറ്റിക്കലി ആ സമയമാകുമ്പോൾ വീണ്ടും അക്കൗണ്ടിൽ നിന്ന് അവർ റിക്വസ്റ്റ് അയക്കും. അക്കൗണ്ടിൽ നിന്ന് 129 രൂപ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാം. അപ്പോൾ ഇങ്ങനെ അയക്കുന്നത് നമുക്ക് ക്യാൻസൽ ചെയ്യണം. ക്യാൻസൽ ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യുന്നത് റൈറ്റ് ഹാൻഡ് കോർണറിൽ കാണുന്ന ഈ 3 ഡോട്ട്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റിവോക്ക് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് റിവോക്ക് ചെയ്യാം, അതായത് ഇത് ക്യാൻസലാവും. ഇത് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ മാസവും പോകുന്നത് പിന്നെ തൊട്ട് പോവില്ല. ഇത് ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പല ആൾക്കാരും 1-2 ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവരുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു കാര്യത്തിന് വേണ്ടി അവർ പൈസ അടച്ചു, അതിനുശേഷം അത് അക്കൗണ്ട് തീരുന്ന ദിവസം, ആ പൈസയുടെ വാലിഡിറ്റി തീരുന്ന ദിവസം എന്നോട് ചോദിക്കാതെ വീണ്ടും എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്തെന്ന് ഒരു കംപ്ലൈൻ്റ് ആയിട്ടാണ് ഈ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുള്ളത്. ആക്ച്വലി നമ്മളോട് ചോദിക്കാതെ അല്ല, നമുക്കറിയാം അപ്രൂവ് ടു പേ ഈ റിക്വസ്റ്റ് പലപ്പോഴും വന്ന് നമ്മൾ അങ്ങനെ UPI വഴി ട്രാൻസാക്ഷൻ നടത്താറുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ കംപ്ലീറ്റഡ് ട്രാൻസാക്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് വന്നിട്ടുള്ള അപ്രൂവ് ടു പേ, നമ്മൾ തന്നെ ട്രാൻസാക്ട് ചെയ്തേക്കുന്ന ഓരോന്നും പൈസ ഓരോന്നിലേക്ക് അടച്ചതാണ്. ഇതുപോലെ തന്നെ അപ്രൂവലായിട്ട് വരുന്ന കൂട്ടത്തിൽ മാൻഡേറ്റ് എന്ന് പറഞ്ഞ് വരുന്നുണ്ടാവും. നമ്മളത് സാധാരണ അപ്രൂവ് ടു പേ എന്നതുപോലെ, അതായത് സാധാരണ UPI ട്രാൻസാക്ഷൻ ചെയ്യുന്നത് പോലെ അത് നമ്മൾ അപ്രൂവ് ചെയ്ത് വിട്ടാൽ ആക്ച്വലി അവിടെ പൈസ മാത്രമല്ല പോകുന്നത്, ഒപ്പം എല്ലാ മാസവും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഇത് തീരുന്ന മുറയ്ക്ക്, അതിൻ്റെ വാലിഡിറ്റി കഴിയുന്ന മുറയ്ക്ക് ഓട്ടോമാറ്റിക് പുതുക്കാനുള്ള അപ്രൂവൽ കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ടിട്ടാണ് നമ്മളോട് ചോദിക്കാതെ തന്നെ പിന്നീട് എടുത്തു എന്ന കംപ്ലൈൻറ്റ് ഇവർ പറയുന്നത്. ആക്ച്വലി അതിനുള്ള അപ്രൂവൽ നമ്മൾ ആദ്യമേ തന്നെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത് അബദ്ധത്തിൽ നമ്മൾ കൊടുത്തിട്ടുള്ളതാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണേലും ഇത് മാൻഡേറ്റ് സെക്ഷനിൽ പോയിട്ട് റിവോക്ക് ചെയ്യാവുന്നതാണ്. ഈ റിവോക്ക് എന്ന് എഴുതിയിരിക്കുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്യാൻസൽ ആവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് മാൻഡേറ്റ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ കൊടുത്തേക്കുന്ന ഒരു മാൻഡേറ്റ് നമ്മൾ ക്യാൻസൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. മറ്റൊരു വീഡിയോ അടുത്ത ദിവസം കാണാം. ഓക്കെ, താങ്ക് യു.